ഇതുപോലത്തെ ഒരു ബ്ലൂ വാട്ടേഴ്സ് നമ്മളെ മക്കൾക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ബീച്ചിലൊന്നും പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ലോകത്ത് എവിടെയും ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ വാട്ടർ ഫേസിങ് അല്ലെങ്കിൽ സീ ഫേസിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതായത് ഒരു അപ്പാർട്ട്മെന്റോ ഒരു വില്ലയോ കിട്ടുമോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഒരു സീ ഫേസിങ് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫേസിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിന്, ഒരു അപ്പാർട്ട്മെന്റിന്, ഒരു വില്ലക്ക്, ഒരു ടൗൺ ഹൗസിന് ഹൈ അപ്രിസിയേഷൻ ആയിരിക്കും. പെർ സ്ക്വയർ ഫീറ്റ് വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും നമ്മളത് ഓഫ് പ്ലാനിലാണ് വാങ്ങുന്നതെങ്കിൽ. അതുപോലെ തന്നെ ROI റെന്റൽ റിട്ടേൺസ് നോക്കുമ്പോഴും ഹൈ ആയിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ദുബായിൽ UAE തന്നെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് സീ ഫേസിങ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉള്ളത്. കാരണം ഐലൻഡുകൾ പോലെയുള്ള ലൊക്കേഷൻസ്, കമ്മ്യൂണിറ്റീസ് ഇന്ന് UAE വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് നമുക്ക് പാം ജുമേറ പറയാം, പിന്നെ ഒന്ന് ബ്ലൂ വാട്ടേഴ്സ് പറയാം, ദുബായ് മറീന പറയാം, ഇനി അല്ല കുറച്ച് ഷാർജ അജ്മാൻ സൈഡിലേക്ക് കുടിക്കുകയാണെങ്കിൽ അജ്മൽ മക്കാൻ സിറ്റി പറയാം. അങ്ങനെ ഒരുപാടുണ്ട്. അതിനകത്ത് മാൻമെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, ദേര ഐലൻഡ്സ് ഉണ്ട്, മാരിടൈം സിറ്റി ഉണ്ട്, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പാം ജബൽ അലി ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് വാട്ടർ ഫേസിങ്, സീ ഫേസിങ് ആയിട്ടുള്ള പ്രൈവറ്റ് ബീച്ച് ആക്സസ് എല്ലാം കിട്ടുന്ന ഉമ്മുൽ ഖുവൈനിലൊക്കെ പുതിയ നമ്മുടെ ദിയാറിൻ്റെ സെമി ഗവൺമെൻറ് ഡെവലപ്പർ ആയിട്ടുള്ള ദിയാറിൻ്റെ ഉമ്മുൽ ഖുവൈനിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അത് എന്ന് പറയുന്നതാണ്. സോ ഇതുപോലത്തെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ഇന്ന് UAE മാർക്കറ്റിലുള്ളത്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു നാച്ചുറൽ ഐലൻഡിലാണ്. ഈ നാച്ചുറൽ ഐലൻഡിൽ ഒരു ബിഗർ പ്രൊജക്റ്റ് ആണ് UAE തന്നെ അല്ലെങ്കിൽ ദുബായിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് ഡെവലപ്പർ, A ക്ലാസ് കാറ്റഗറിയിൽ പറയുന്ന ഒരു ഡെവലപ്പറാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. ഇത് ആക്ച്വലി ഒരു സെമി ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഓക്കെ, ഉമ്മുൽ ഖുവൈൻ ഗവൺമെൻറ്റും ആ ഡെവലപ്പറും ചേർന്ന് സംയോജിതമായിട്ട് കൊണ്ടുവരുന്ന ഈ പ്രൊജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തെല്ലാമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഒന്ന് നോക്കിയേ, കണ്ടോ? ഇത് ഒരു നാച്ചുറൽ ഐലൻഡാണ്. ഇത് ആക്ച്വലി 33 മില്യൺ സ്ക്വയർ ഫീറ്റിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു നാച്ചുറൽ ഐലൻഡിൽ വെറും 22 മില്യൺ സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്പേസ് ഇവിടെയുള്ള വൈൽഡ് ലൈഫിനായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഫ്ലെമിംഗോസ് ഉണ്ട്, അതുപോലെ തന്നെ ഗുസൈൽ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ്, അങ്ങനത്തെ ഒരു ലൊക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഹൈ ക്ലാസ് പ്രീമിയം ആയിട്ടുള്ള മാൻഷൻസ്, അൾട്രാ ലക്ഷറി വില്ലാസ്, അതോടൊപ്പം തന്നെ അഫോർഡബിൾ ലക്ഷറി സെഗ്മെന്റിൽ എടുക്കാൻ പറ്റാവുന്ന അപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഐലൻഡ്, അതും ഉമ്മുൽ ഖുവൈനിൽ വരുന്ന ഈ ഐലൻഡ് എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ് ഇന്ന് UAE വാട്ടർ ഫേസിംഗ് ആയിട്ട് അല്ലെങ്കിൽ സീ ഫേസിംഗ് ആയിട്ട് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം എന്ത് മനോഹരമായിട്ടാണ് ഇത് കിടക്കണേ. നോക്കി, ഇതുപോലത്തെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ വാട്ടർ ഫേസിംഗ്, സീ ഫേസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അധികം കുറവാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നിലവിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പാം ജുമേറ. ഓക്കെ, പാം ജുമേറയിൽ എത്രയാണ് ഒരു വില്ലയുടെ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയോ? പെർ സ്ക്വയർ ഫീറ്റ് 7,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ് പെർ സ്ക്വയർ ഫീറ്റ് അവിടുത്തെ റേറ്റ്. ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ബ്ലൂ വാട്ടേഴ്സ്, അവിടെ 6,000 മുതൽ 7,500 വരെയാണ് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇനി ദുബായ് മറീന ആണെങ്കിലോ 4,000 മുതൽ 5,000 വരെ വരും. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പാം ജബൽ അലി, പാം ജുമേറേനേക്കാൾ 2 ഇരട്ടി കൂടുതൽ വലിപ്പമുള്ള പാം ജബൽ അലിയിലാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അവിടുത്തെയും റേറ്റ്. അതുപോലെ തന്നെ ദുബായ് ഐലൻഡ്സ് ആണെങ്കിലും മാരിടൈം സിറ്റി ആണെങ്കിലും അവിടെ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് 2.5 മില്യന് മുകളിലാണ്. സോ ഇത്രയും പ്രൈസ് കൂടിയ ഒരു സെഗ്മെന്റ് ആണ്, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു സീ ഫേസിങ്, വാട്ടർ ഫേസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉള്ള പ്രൊജക്ട്സിന്. പക്ഷെ ഇവിടെ ഉമ്മുൽ ഖുവൈനിൽ ഈ കാണുന്ന നാച്ചുറൽ ഐലൻഡിൽ ഈ പറയുന്ന ഡെവലപ്പർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയിൽ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് വെറും 2,300 ദിർഹംസ് മാത്രമേ ഉള്ളൂ. എത്ര? 2,300 ദിർഹംസ് മാത്രമുള്ളൂ പെർ സ്ക്വയർ ഫീറ്റിന്. അതായത് ഒരു 1 ബെഡ്റൂം 1.3 മില്യന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫീറ്റിൽ ഹൈ ടോപ്പ് ക്ലാസ് ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് കിട്ടും. മാൻഷൻസ് ഉണ്ട് ഇവിടെ, വില്ലാസ് ഉണ്ട് ഇവിടെ, ടൗൺ ഹൗസസ് ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഈ ലൊക്കേഷനിൽ വാങ്ങണം, അത്രയും പൈസ കൊടുത്ത് ദുബായിൽ വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ എണ്ണമിട്ട് പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞ സീ ഫേസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിലെല്ലാം പ്രൈസ് അപ്രിസിയേറ്റ് ചെയ്യാൻ കാരണം അവിടുത്തെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് വന്നതുകൊണ്ടാണ്. അവിടെ പാം ജുമേറ വന്നു, അവിടുത്തെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നു. ദുബായ് ഐലൻഡ്സ്, അതുപോലെ തന്നെ ബ്ലൂ വാട്ടേഴ്സ്, ദുബായ് മറീന, യോട്ട് ക്ലബ്ബ്, ഇതെല്ലാം വന്നതുകൊണ്ടാണ് അവിടുത്തെ പ്രൈസും അപ്രിസിയേഷനും റെൻ്റൽസും ഹൈ ആവാൻ കാരണമായത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഗുണം എന്നല്ലേ?
നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇവിടുന്ന് ജസ്റ്റ് 3 minutes വാട്ടർ ഡിസ്റ്റൻസിലാണ് ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന ലാസ് വെഗാസിനേക്കാൾ വലിയ കാസിനോ, ദ വിൻ കാസിനോ വരുന്നത് ഇവിടുന്ന് വളരെ അടുത്തായിട്ട് 3 minutes വാട്ടർ ഡ്രൈവ് ഉണ്ടാകുള്ളൂ. വാട്ടർ ടാക്സി അവൈലബിൾ ആകും. 3 minutes വാട്ടർ ടാക്സി ഡിസ്റ്റൻസിലാണ് വിൻ കാസിനോ വരുന്നത്, അതും അൽ മർജാൻ ഐലൻഡിൽ. ഇവിടുന്ന് എയർ ടാക്സി സർവീസസ് അവൈലബിൾ ആണ്. 4 minutes ആണ് ഇവിടുത്തെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഓൺ എയർ ടാക്സി അൽ മർജാൻ ഐലൻഡിലേക്ക്. അൽ മർജാൻ ഐലൻഡിലാണ് ഞാൻ പറഞ്ഞത് ലാസ് വെഗാസിനേക്കാളും ഏറ്റവും വലിയ വിൻ കാസിനോ വരുന്നത്. എന്താണ് വിൻ കാസിനോ? നിങ്ങൾ വിൻ കാസിനോയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. കാസിനോ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ, ആ സിറ്റികളിൽ ആ GDPക്ക് ഉണ്ടായ മാറ്റം, ആ ലൊക്കേഷനിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായ വളർച്ച, ആ ഗവൺമെന്റ് തന്നെ വളർന്നത് നിങ്ങൾക്ക് എണ്ണമിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അതേ പൊട്ടൻഷ്യാലിറ്റി തന്നെയാണ് ഇന്ന് UAE വരാൻ പോകുന്ന ദ ബിഗ്ഗസ്റ്റ് വിൻ കാസിനോ ലോഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. 2026 ഡിസംബറോട് കൂടി വിൻ കാസിനോ കംപ്ലീഷൻ ആവും. ഇപ്പോൾ ഓൾറെഡി സ്ട്രക്ചേഴ്സ് എല്ലാം കഴിഞ്ഞു, ഇന്റീരിയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിൻ കാസിനോ വന്നു കഴിഞ്ഞാൽ അൽ മർജാൻ ഐലൻഡ് പ്രൈസ് ഷൂട്ടപ്പാണ്. ഓൾറെഡി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 750 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു അൽ മർജാൻ ഐലൻഡ് റാസൽ ഖൈമയിൽ. ഇന്ന് അവിടുത്തെ പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ് 3500 ദിർഹംസ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ്. ഇനി വിൻ കാസിനോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി പോകുന്നത് 6000 ദിർഹത്തിലേക്കായിരിക്കും. പക്ഷേ ഏർലി ബേർഡ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നാച്ചുറൽ ഐലൻഡിൽ 2300 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില നെഗറ്റീവ്സ് പറയുന്നവർ, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഡൗൺ ആക്കാൻ വേണ്ടി മാർക്കറ്റ് ഇന്നും നാളെയും ക്രാഷ് ആവുമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, കയ്യിൽ പൈസ ഇല്ലാത്തവർ. അവർ പറയുന്ന ഒരു കാര്യമാണ് ദുബായിനേക്കാൾ അത്ര വരുമോ ഉമ്മുൽ ഖുവൈൻ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് എവിടെയായിരുന്നു? അതേ പൊട്ടൻഷ്യാലിറ്റി തന്നെ ഇവിടെ ഉമ്മുൽ ഖുവൈനിലുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ബുർജ് ഖലീഫ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ബുർജ് ഖലീഫ ആൻഡ് ദുബായ് മോൾ ഇരിക്കുന്ന സോകോൾഡ് കിലോമീറ്റേഴ്സിലേക്കുള്ള ഡെവലപ്മെന്റ്സ് നടന്നത്. അതുപോലെ തന്നെ പാം ജുമേറ വന്നപ്പോഴാണ് ആ ഏരിയ ഫുള്ളി ഡെവലപ്ഡ് ആയത്. അതേ പൊട്ടൻഷ്യാലിറ്റി തന്നെ നമുക്കിവിടെ ഉമ്മുൽ ഖുവൈനിലുണ്ട്. കാരണം റാസൽ ഖൈമയിൽ വിൻ കാസിനോ വന്നു കഴിയുമ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒട്ടുമിക്ക ലൊക്കേഷൻസിലും പ്രൈസ് ഷൂട്ടപ്പ് ആവും. കാരണം ലാസ് വെഗാസിൽ 41.7 മില്യൺ ടൂറിസ്റ്റുകളാണ് അവിടെ വന്നിട്ട് ഗാംബിൾ ചെയ്തത് ആ വിൻ കാസിനോയിൽ. അങ്ങനെയെങ്കിൽ UAE ഇവിടുത്തെ ഹോളിഡേ ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്ന ദുബായ് തൊട്ടപ്പുറത്തുള്ളപ്പോൾ, അബുദാബി ഉള്ളപ്പോൾ, ഇവിടെ ഈ ഉമ്മുൽ ഖുവൈനിലും ഈ വരുന്ന റാസൽ ഖൈമയിലും എത്ര മില്യൺ ആളുകൾ വന്ന് ഗാംബിൾ ചെയ്യും? ഇവർക്കെല്ലാം വേണ്ട ബേസിക് അക്കോമഡേഷൻ അത് വിൻ കാസിനോക്ക് കൊടുക്കാൻ പറ്റാവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനോട് കണക്ട് ചെയ്ത് റാസൽ ഖൈമയിൽ വരുന്ന പ്രൊജക്ട്സിന് മൊത്തം നമ്പേഴ്സ് ഓഫ് യൂണിറ്റ്സ് കൂട്ടി വെച്ചാൽ പോലും സ്റ്റിൽ സ്കെയർസിറ്റിയാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ലൊക്കേഷൻസ്, അവിടെ എന്തെല്ലാം ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെന്നും എവിടെയെല്ലാമാണ് പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയതെന്നും അന്വേഷിക്കാൻ നേരത്ത് ഈ വരുന്ന ഉമ്മുൽ ഖുവൈൻ്റെ അപ്രിസിയേഷൻ ഹൈ ആവും. കാരണം നമ്മൾ വാങ്ങുന്നത് വളരെ കുറഞ്ഞ പ്രൈസിലാണ്. സത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് വേണ്ട ഒരു മേജർ ഘടകമാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യം എന്താണ്? വളരെ പ്രൈസ് കുറവിന് നമ്മളൊരു പ്രോപ്പർട്ടിയോ ഒരു വസ്തുവോ ഒരു പ്രൊഡക്റ്റോ വാങ്ങി വെച്ചിട്ട് അതിന് പ്രൈസ് അപ്രിസിയേഷൻ കൂടാൻ വേണ്ടി കാത്തിരിക്കും. അതിലും നല്ലത് നമ്മൾ എപ്പോഴും പ്രൈസ് അപ്രിസിയേഷൻ കൂടാൻ ചാൻസസ് ഉള്ള, വില കൂടാൻ ചാൻസസ് ഉള്ള പൊട്ടൻഷ്യലുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ഗവൺമെന്റിന്റെ വിഷൻ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ ബിലീവ് ചെയ്ത് ഇത്തരത്തിലുള്ള ബിഗർ പ്രൊജക്ട്സ് വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു ഭാഗമെങ്കിലും ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ലൊക്കേഷന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞു തന്നേക്കണം. ഇനി ഇവിടെ ഈ നാച്ചുറൽ ഐലൻഡിൽ ഈ ഡെവലപ്പർ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 1 bedroom മുതൽ 6 and 7 bedroom മാൻഷൻസ് വരെ അവൈലബിൾ ആണ്. 1 bedroom നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.3 മില്യൺ ദിർഹത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2300 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റ് എല്ലാത്തിനും വരുന്നുള്ളൂ. അപ്പോൾ 1 bedroom 1.3 മില്യൺ ദിർഹത്തിനും 2 bedroom 1.6 മില്യൺ ദിർഹത്തിനും നമുക്കിവിടെ കിട്ടും. 3 bedrooms 2.2 മില്യൺ ദിർഹത്തിന് അവൈലബിൾ ആണ്. ഇനി 4 bedroom വില്ലാസ് അവൈലബിൾ ആണ്. 6000 പ്ലോട്ട് സൈസിൽ 5000 ബിൽഡപ്പ് ഏരിയയിൽ. 6000 പ്ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് 14 സെന്റിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എക്സ്ക്ലൂസീവ് സീ വ്യൂ ഉള്ള പ്രൈവറ്റ് ബീച്ച് ആക്സസ് എല്ലാം കിട്ടുന്ന വില്ലാസ് അവൈലബിൾ ആണ്. അതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 10.6 മില്യൺ ദിർഹംസ്. ഇനി മാൻഷൻസ് 6 bedroom and 7 bedroom മാൻഷൻസ് നമുക്ക് വരുന്നുണ്ട്.
24,000 സ്ക്വയർ ഫീറ്റിലാണ് പ്ലോട്ട് സൈസ് വരുന്നത്. അതായത് എത്ര സെൻറ്റാന്ന് നിങ്ങൾക്ക് അറിയോ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 55 സെൻറ്റ്, ഏകദേശം 1/2 ഏക്കറിലാണ് ആ മാൻഷൻ നമുക്ക് വരുന്നത്. ഹ്യൂജ് മാസീവ് മാൻഷൻസ്, ലക്ഷറി മാൻഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഒരു മാൻഷൻ ഇന്ന് പാം ജുമേറയിലോ പാം ജബലിലോ വാങ്ങണമെങ്കിൽ 150 മില്യൺ ദിർഹംസിന് മേളിലാണ്. അപ്പോഴാണ് നമുക്കിവിടെ ഒരു 1/2 ഏക്കറിൽ 6 and 7 ബെഡ്റൂം മാൻഷൻസ് നമുക്ക് വരുന്നത് വെറും 66 മില്യൺ ദിർഹത്തിന്. ദുബായിൽ നമ്മുടെ ബുർജുൽ അറബിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് അറിയോ? $1 ബില്യൺ ആണ്. ബുർജ് ഖലീഫക്ക് $1.5 ബില്യൺ ആണ്. ഇനി നമ്മുടെ പാം അറ്റ്ലാന്റിസിന് $1.6 ബില്യൺ ആണ്. എന്നാൽ ഇതിനെല്ലാം 4 ഇരട്ടി കോസ്റ്റ് വരുന്നതാണ് നമ്മുടെ റാസൽ ഖൈമയിൽ വരുന്ന വിൻ കാസിനോ. $4.1 ബില്യൺ ആണ് അതിന്റെ ടോട്ടൽ കോസ്റ്റ്. ഈ പറഞ്ഞ ബുർജുൽ അറബും പാം അറ്റ്ലാന്റിസും ദുബായ് മോളും ബുർജ് ഖലീഫയൊക്കെ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ലൊക്കേഷൻസിലെല്ലാം നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള അപ്പാർട്ട്മെന്റ്സിനും വില്ലാസിനും ടൗൺ ഹൗസിനൊക്കെ നല്ല രീതിയിൽ റെന്റൽ ഇൻകവും കിട്ടാൻ തുടങ്ങി. അതിനേക്കാൾ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ വരുന്ന വിൻ കാസിനോ. അതിൻ്റെ എല്ലാം തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു നാച്ചുറൽ ഐലൻഡിൽ ഇപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ കറക്റ്റ് ടൈമാണ്. വളരെ ലോ പ്രൈസിലാണ് നമുക്കിപ്പോൾ ഇതിനകത്തൊരു യൂണിറ്റ്സ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ? ദുബായിൽ ഒരു പ്രോപ്പർട്ടി നോക്കണവർക്ക് അല്ലെങ്കിൽ UAE ഒരു പ്രോപ്പർട്ടി നോക്കണവർക്ക് അറിയാൻ പറ്റും, നമ്മൾക്ക് ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങേണ്ട കാര്യമില്ല. ടാക്സോ ഇൻട്രസ്റ്റോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റ് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. അതും ഒരു പേയ്മെൻറ്റ് പ്ലാനിൽ നമുക്ക് വാങ്ങാൻ പറ്റും. സോ 60% മാത്രം നിങ്ങൾ വരുന്ന 3 വർഷങ്ങൾ കൊണ്ട് പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ അടച്ചുകൊണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബാലൻസ് വരുന്ന 40% ഹാൻഡ് ഓവറിൽ കീ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നടക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് ഫെസിലിറ്റിക്കും പോവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ഒരു കപ്പ് കോഫി ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് മറ്റാർക്കും കിട്ടാത്തൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഈ കാണുന്ന ഫ്ലെമിംഗോസും അല്ലെങ്കിൽ ഗിസൈൽസും സീ ടേർട്ടിൽസും ഇതിനെല്ലാം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു 1% ക്ലബ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഓൺ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നടക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്ന പ്രൊജക്റ്റിൽ ആ 1% ക്ലബിലുള്ളവർക്ക് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും തെറ്റില്ലാത്ത ഒരു വരുമാനമുള്ള സ്വന്തമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ വാട്ടേഴ്സ് നമ്മളെ മക്കൾക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ബീച്ചിലൊന്നും പിന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഇതുപോലത്തെ ഒരു പ്രൈവസി നമുക്ക് കിട്ടിക്കൊണ്ട് ഇവിടെ എല്ലാം നമുക്കൊരു അപ്പാർട്ട്മെന്റോ ഇവിടെയൊക്കെ നമുക്കൊരു വില്ലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രൈവസിയാണ് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് വളരെ കുറഞ്ഞ പ്രൈസിനല്ലേ കിട്ടുന്നത്. ഇനി നമ്മളിത് വാങ്ങിയിട്ടിട്ട് ഇവിടെ താമസിക്കാൻ വരുന്ന ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻസ്, റഷ്യൻസ് അല്ലെങ്കിൽ ലോകത്തിന്റെ 193 രാജ്യങ്ങളിൽ നിന്ന് വിൻ കാസിനോയിലേക്ക് വരുന്ന ഹൈ ടിക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ട് അവർ എൻജോയ് ചെയ്യണത് നമ്മൾ വാങ്ങിച്ചിട്ട നമ്മുടെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ആ കിട്ടുന്ന ഒരു പൊൻതൂവലാണ് നമുക്ക്. അതുമാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഹൈ ആയിരിക്കും. നാളെ ഒരിക്കൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്രീഷിയേറ്റ് ആകുമ്പോൾ കിട്ടുന്ന ലാഭം ദുബായിൽ നടന്നതിനേക്കാൾ 3-4 ഇരട്ടി കൂടുതലായിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. ഈ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഹാൻഡ് ഓവർ ആവുന്നത് 2027 ഡിസംബറിലാണ്. തേർഡ് ഫേസ് ഹാൻഡ് ഓവർ ആവുന്നത് 2028-ലും 4ാമത്തെ ഫേസ് ഹാൻഡ് ഓവർ ആവുന്നത് 2029-ലാണ്. അപ്പോൾ ഏകദേശം 2029-2030 ഈ ടോട്ടൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ നാച്ചുറൽ ഐലൻഡ് ഫുൾ ആക്റ്റീവ് ആവും. അപ്പോഴത്തേക്ക് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നിന്ന ഹൈ പ്രൈസ് ആയിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ പാം ജുമേറയിൽ പോയി വാങ്ങണ പോലെ ഇരിക്കും. സോ UAEയിൽ ഒരു വളരെ കുറഞ്ഞ പ്രൈസിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണവർ അല്ലെങ്കിൽ നല്ല അപ്രിസിയേഷൻ ഉദ്ദേശിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണിത്. നല്ലൊരു ഏർലി ബേർഡ് ടിക്കറ്റാണിത്. അതുപോലെ തന്നെ UAEയിൽ എന്ത് തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റും ഈ ലൊക്കേഷൻസും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലൊക്കേഷനിൽ നിങ്ങൾ കൊണ്ടുവരാം. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ അപ്രൂവലൊക്കെ എടുത്തിട്ട് വേണം കൊണ്ടുവരാൻ. സോ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ മറ്റേ ക്യാപ്പും PP ടിക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. സോ അതുപോലെയുള്ള സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഇപ്പോൾ എൻ്റെ 2 ക്ലയൻറ്റ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തവർ അവരെ ഞാൻ ഇതുപോലെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് കൊണ്ടുവന്നിരുന്നു. ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വി വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് ലൊക്കേഷൻ.
അങ്ങനത്തെ ഒരു വേറെ ഫീലാണ് നമുക്കിവിടെ വന്ന് കഴിയുമ്പോൾ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വെർത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയും ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഇതുപോലത്തുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീലുകൾ, ഇതുപോലത്തെ പ്രൊജക്ട്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.